إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും
സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ ഓരോരുത്തരെ കേൾക്കുകയും അറിയുകയും കാണുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചു വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് മനുഷ്യന് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ചിന്ത അത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം, ഹിജ്റ വർഷം, ഒരു പുതിയ വർഷത്തിലേക്ക് 1447 കടക്കുന്ന ഈ സമയത്ത് പലപ്പോഴും ഇസ്ലാമിലെ മാസങ്ങളും വർഷങ്ങളും നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെയാണ് കടന്നു പോകാറുള്ളത്. എന്നാൽ പുതിയ കലണ്ടറുകൾ, ഹിജ്റ കലണ്ടറുകൾ മാറുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ചിന്തകൾ, നമ്മുടെ ആയുസ്സിൽ കൊഴിഞ്ഞു പോകുന്ന സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, അത് നമ്മുടെ ഖബറിലേക്കുള്ള നമ്മുടെ ദൂരം അത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഉണ്ടാവേണ്ട ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളെ പറ്റിയുള്ള ഒരു പുനർവിചിന്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് എത്രത്തോളം സാധിച്ചു? നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഇന്നലകളിൽ നമ്മൾ ചെയ്ത നന്മകളാണോ കൂടുതൽ, തിന്മകളാണോ കൂടുതൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമാവലികൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞ ദിനങ്ങളിലും വർഷങ്ങളിലും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറെ പ്രസിദ്ധമായ ഒരു വാചകമാണ്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യുക, നിങ്ങൾ ഹിസാബ് നടത്തുക. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം ഒരു വിചാരണ നടത്തുക. നിങ്ങളുടെ നന്മകൾ തൂക്കിക്കണക്കാക്കപ്പെടുന്ന ഒരു പരലോകം വരാനുണ്ട്. ആ തൂക്കിക്കണക്കാക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ നന്മകളെ തൂക്കിക്കണക്കാക്കുക എന്നത്. ഇവിടെ നമുക്കറിയാം, ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു പുതിയ മാസത്തിലേക്ക് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ പറഞ്ഞതുപോലെ മിൻഹാ അർബഅത്തുൻ ഹുറും, അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങൾ, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന അന്നു മുതൽ മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാകുന്നു. അതിൽ 4 മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കി എന്നുള്ളതാണ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ നിശ്ചയിച്ചു. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാസമാണ് നമ്മൾ കടക്കാനിരിക്കുന്ന മുഹറം മാസം എന്നുള്ളത്. ആ മുഹറം മാസം നമുക്ക് ധാരാളം ശ്രേഷ്ഠതകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, ഈ മുഹറവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ഇസ്ലാമിക കലണ്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത്, ഇന്നല്ലാഹ ഇഫ്തതഹ സനത ബിശഹരിൻ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങളെ ഏറ്റവും പവിത്രമായ ഒരു മാസം കൊണ്ട് തുടങ്ങുകയും വഖതമഹ ബിശഹരിൻ ഹറാം, ഏറ്റവും പവിത്രമായ മാസം കൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഇസ്ലാമിക കലണ്ടർ, ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മാസത്തിൽ നിന്നാണ്. അത് അവസാനിക്കുന്നത് ദുൽഹിജ്ജ മാസത്തോടുകൂടെയാണ്. അതിന്റെ ആരംഭവും അവസാനവും പവിത്രമായ ഒരു മാസം കൊണ്ടാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും നമുക്ക് ധാരാളം ഫളായിലുകൾ വായിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച മാസം എന്നുള്ളത്. അവിടെ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അസ്സമാനു ഖദിസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെ കാലം, സമാൻ, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസ്സനതു 12 ശഹ്റൻ, മാസം അത് 12 എണ്ണമാകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ മുതവാലിയാത്തുൻ, അതിൽ 3 എണ്ണം തുടരെയായി വരുന്നതാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം വറജബ് മുദർ അല്ലദി ബൈന ജുമാദ വ ശഅബാൻ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, പിന്നെ ജുമാദയുടെയും ശഅബാൻ എന്നിവക്കിടയിലുള്ള മുദറിന്റെ റജബ് മാസവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഹദീസുകൾ കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ
ആയത്ത് കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട് പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ്. അപ്പോൾ പവിത്രമായ ഒരു മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ അതിൻ്റെതായ ആദരവോടുകൂടെ, ബഹുമാനത്തോടെ ആ മാസത്തെ നമുക്ക് വരവേൽക്കാൻ സാധിക്കണം. നന്മകൾ ഏറെ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അതേപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഒന്നുകൂടി ഗൗരവമേറിയ ശ്രദ്ധ അല്ലാഹു പവിത്രമാക്കിയ ദിവസങ്ങളിലും മാസങ്ങളിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഈ മാസത്തെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു എന്നാണ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ശഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് വിശേഷിപ്പിച്ചത്. അല്ലാഹുവിന്റെ മാസമായ മുഹറം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിലേക്ക് ഒരു കാര്യം ചേർത്തി പറയുമ്പോൾ അതിന് പവിത്രതയും പ്രാധാന്യമുണ്ട് എന്നാണ്. എന്നാൽ മറ്റൊരു മാസത്തെയും അങ്ങനെ ചേർത്താതെ മുഹറമിനെ അള്ളാഹു വിശേഷിപ്പിച്ചത്, പ്രവാചകൻ വിശേഷിപ്പിച്ചത് ശഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്നതാണ്. അതേപോലെ തന്നെ ഈ മാസങ്ങളിൽ മറ്റൊരു പ്രത്യേകത, യുദ്ധം ചെയ്യുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയ പവിത്രമായ മാസമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് ഹിജറയുടെ മാസമാണ്. നമുക്കറിയാം, ഇസ്ലാമിക കലണ്ടർ രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല സംഭവങ്ങളെയും അതേപോലെ തന്നെ പല ചരിത്രങ്ങളെയും വെച്ച് അതിന്റെ ആദ്യത്തെ മാസം ആരംഭിക്കാമെന്ന ചർച്ചകൾ നടന്നപ്പോൾ അവസാനം എത്തിച്ചേർന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഹിജറയെയാണ്. അവിടെ ആസ്പദമാക്കിയാണ് യഥാർത്ഥത്തിൽ ഹിജറ കലണ്ടർ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഹറം മാസത്തിലാണ് ഹിജറക്കുള്ള പ്രധാന ഒരുക്കങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭിച്ചതും സഹാബികൾ ഹിജറ ചെയ്തു പോയതും നമുക്ക് ചരിത്രത്തിൽ വായിക്കുന്ന തുല്യതയില്ലാത്ത ഒരു വലിയ ചരിത്രമാണ് ഹിജറയുടെ ചരിത്രം. മക്കയിലെ ദീർഘമായ വർഷങ്ങൾ പ്രവാചകനെ, അവിടെയുള്ള ബഹുദൈവ ആരാധകർ പ്രവാചകന് ശക്തമായ ശാരീരികമായും മാനസികമായും പ്രവാചകന് മതമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. പ്രവാചകൻ പോകുന്ന ആ സന്ദർഭവും സാഹചര്യവും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. താൻ ജനിച്ച നാട്, എല്ലാ നിലക്കും കുടുംബവും എല്ലാവരും ഉള്ള ആ നാട് വിട്ടു പോകുമ്പോൾ പ്രവാചകൻ മക്കയെ നോക്കി പറഞ്ഞ വാചകങ്ങൾ, മക്കയെ ഞാൻ നിന്നെ ഏറെ ഇഷ്ടപ്പെടുന്നു, ഈ നാട്ടുകാരെന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ മക്ക വിട്ട് ഞാൻ മറ്റൊരു നാട് തേടി ഞാൻ പോകുമായിരുന്നില്ല എന്നാണ്. എന്നാൽ അവിടെ മുഹാജിറുകളായ ആളുകൾ മക്ക വിട്ട് മദീനയിലേക്ക് എത്തുമ്പോൾ എല്ലാം കൊടുത്ത് സ്വീകരിച്ച അൻസ്വാറുകളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്റിൽ നമുക്ക് കാണാം, ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വരിദ്വാന. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവർ അവരുടെ വീടുകളിൽ നിന്ന്, സമ്പത്തുകളിൽ നിന്ന്, അവരുടെ നാട് വിട്ട് അവർ പുറപ്പെടേണ്ടി വന്ന മുഹാജിറുകളായ ദരിദ്രരായ ആ ആളുകൾ അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ അത്ഭുതം, അവർ മക്കയിൽ നിന്നും മദീനയിലേക്ക് എത്തിയപ്പോൾ അവരെ എല്ലാ നിലക്കും സ്വീകരിച്ച അൻസ്വാറുകളുടെ ചരിത്രം നമ്മൾ അവിടെ വായിക്കണം. വല്ലദീന തബബ്ബഉ ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവർക്ക് മുമ്പേ ഈമാനും ഇസ്ലാമും സ്വീകരിച്ച മദീനയിൽ ആദ്യമേ ഉള്ള അൻസ്വാറുകൾ എല്ലാം പകുത്തു കൊടുത്തു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. സമ്പത്തിന്റെ പകുതി കൊടുക്കാൻ അവർ തയ്യാറാവുകയാണ്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ. അവർക്ക് ഏറ്റവും പ്രിയമുള്ള കാര്യങ്ങൾ, സ്വന്തത്തിന് ആവശ്യമുണ്ടായിരിക്കെ ഹിജറ ചെയ്തു വന്ന മുഹാജിറുകൾക്ക് എല്ലാം അവർ കൊടുത്തു എന്നാണ്. ലോകത്ത് ഏറ്റവും അത്ഭുതകരമായി അവിടെ ആയിരങ്ങൾ വന്ന അഭയാർത്ഥികളായി വന്നവർക്ക് എല്ലാം പകുത്തു കൊടുത്ത അൻസാറുകളുടെ ചരിത്രം. അതാണ് യഥാർത്ഥത്തിൽ ഹിജറ കലണ്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കുന്ന ചരിത്രം. അതാണ് അവർ പിശുക്കിനെ അവർ തടഞ്ഞു, അവരാണ് വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഇസ്ലാമിന് വളരെ ചരിത്രപരമായ ഒരുപാട് വിജയങ്ങൾ ഉണ്ടായ ഒരു മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം മാസം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ സംഭവമാണ് മൂസാ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദിമൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. പ്രവാചകൻ മദീനയിലേക്ക് എത്തിയപ്പോൾ ഫറഹൽ യഹൂദ തസൂമു യൗമ ആശുറ.
യഹൂദികളായ ആളുകൾ അവർ ആശൂറായിന്റെ മുഹറം 10 നോമ്പ് അവരനുഷ്ഠിക്കുന്നത് കണ്ടു. ഫഖാല, അപ്പോൾ പ്രവാചകൻ അവരോട് ചോദിച്ചു, മഹാദ, ഇതെന്താണ്? മുഹറം 10 ഒരു പ്രത്യേക നോമ്പ് മദീനയിലെ ജൂതന്മാർ അനുഷ്ഠിക്കുന്നത് കണ്ടപ്പോ ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് ഏറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്, ഏറ്റവും നല്ല ഒരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുബ്ബിഹിം ഫസ്വാമഹു മൂസ. അതേ മൂസാ നബി അലൈഹിസ്സലാം അവിടെ ശത്രുക്കളിൽ നിന്ന്, ഫിറൗൻ എന്ന സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയിൽ നിന്ന്, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ്, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ വേറൊരു ഇലാഹില്ലെന്ന് പറഞ്ഞ, നൈൽ നദി എന്റെ കാൽച്ചുവട്ടിലാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞ സ്വേച്ഛാധിപതിയായി മിസ്റിനെ ഭരിച്ച ഫിറൗനിന്റെ ആളുകളുടെയും ആ ഉപദ്രവത്തിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് മൂസാ അലൈഹിസ്സലാം രക്ഷപ്പെട്ടത് മുഹറം 10 മൂസ. അതിന് നന്ദി എന്നോണം മൂസാ അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചിരുന്നു. കാല, ഇത് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഅനാ അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹിസ്സലാമിയോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഞാനാണ്. ഫസ്വാമഹു, അങ്ങനെ പ്രവാചകൻ നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, നോമ്പെടുക്കാൻ പ്രവാചകൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മൂസാ നബിയെ പിൻപറ്റാൻ ഏറ്റവും യോഗ്യൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മൂസാ നബിയോടുള്ള ആദരവ് കാരണം മൂസാ നബിയോട് പ്രാർത്ഥിക്കുകയില്ല. മൂസാ നബി കൊണ്ടുവന്ന ആദർശത്തെ അത് അനുഷ്ഠിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നതിൽ ആ മൂസാ നബി അലൈഹിസ്സലാമയോട് ഏറ്റവും കടപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ്. അതേപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ചരിത്രത്തിന്റെ രേഖകളിൽ കാണാം. നൂഹ് നബി അലൈഹിസ്സലാം അവിടെ രക്ഷപ്പെടുന്നത്, അവരെല്ലാം അവിടെ ജലപ്രളയത്തിൽ മുക്കി നശിപ്പിക്കപ്പെടുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പൽ ജൂദി പർവ്വതങ്ങളിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പൽ ലാൻഡ് ചെയ്തു എന്നാണ്. ഇവിടെയും നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പൽ ലാൻഡ് ചെയ്യുന്നത് മുഹറവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷ കിട്ടുന്നത് അത് മുഹറവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു. അതേപോലെ തന്നെ ശ്രേഷ്ഠമായ നോമ്പ് നമുക്ക് മുഹറവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ടു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമദാൻ, അതെ, റമദാനിനു ശേഷം ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് അത് ശഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മുഹറം മാസത്തിലെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പായി പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ചരിത്രപരമായ അത്തരം വിജയങ്ങളും പ്രാധാന്യങ്ങളും മുഹറവുമായി ബന്ധപ്പെട്ട് കാണാം. അതുകൊണ്ടാണ് മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു, കാനു യുഅദ്ദിമൂന സലാത്ത മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ 3 10കൾ അവർ ബഹുമാനിച്ചിരുന്നു, 3 10കൾ അവർ ആദരിച്ചിരുന്നു. ഏതൊക്കെയാണ് ആ 10കൾ? അൽ അശ്റുൽ അഖീരി മിൻ റമദാൻ, റമദാനിലെ അവസാനത്തെ 10 വൽ അശ്റുൽ അവ്വലു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 വൽ അശ്റുൽ അവ്വലു മിൻ മുഹറം, മുഹറമിലെ ആദ്യത്തെ 10 ഇങ്ങനെ 3 10കൾ. റമദാനിലെ അവസാന 10, ദുൽഹിജ്ജയിലെ ആദ്യ 10, മുഹറമിലെ ആദ്യ 10. ഈ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതന്മാരും സലഫ് സ്വാലിഹീങ്ങളും അത്രയേറെ മഹത്വങ്ങൾ കൊടുത്ത ദിനങ്ങളാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം, അതേപോലെ പാപങ്ങളെ അതിൻ്റെതായ ഗൗരവത്തിൽ സൂക്ഷിക്കണം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നത്, പവിത്രമായ മാസത്തിൽ ദുൽമ ചെയ്തവൻ അതിന് നന്മക്ക് പ്രതിഫലമുണ്ടെങ്കിൽ അതേപോലെ അവന് നന്മകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ടെങ്കിൽ അതേപോലെ അവൻ ആ നാളുകളിൽ ചെയ്യുന്ന തിന്മകൾക്ക് അവന് ഇരട്ടിയായി ശിക്ഷയും ലഭിക്കുന്നതാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ മുഹറവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ഈ മാസത്തെ ചില കലണ്ടറുകളിൽ നഹ്സായി, ശകുനമായി രേഖപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ ഒട്ടേറെ പ്രാധാന്യങ്ങളും മഹത്വങ്ങളും വിജയങ്ങളും ഒക്കെ മുഹറവുമായി നിലനിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, മുഹറം വരുമ്പോൾ പലരും അങ്കലാപ്പിലാകുന്നത് കാണാം. അവർക്ക് പല നല്ല കാര്യങ്ങൾക്കും
പറ്റാത്ത ദിവസമായി അവർ പറയുന്നു. എന്നാൽ ചരിത്രത്തിൽ എവിടെയാണ്, മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ എവിടെയാണ് വേദനയോടെ ഓർക്കുന്ന ഒരു ചരിത്ര സംഭവം? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബലയിൽ വെച്ചുകൊണ്ടുണ്ടായ അദ്ദേഹത്തെ അതിക്രൂരമായി ഒരു ചതിയിലൂടെ, വഞ്ചനയിലൂടെ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞ ഒരു സംഭവമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾക്കിടയിൽ നഹ്സ് വിശ്വാസം കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ ഇത്തരം ആളുകൾക്ക് നഹ്സിന്റെ ഇത്തരം ശകുനമായ ദിനങ്ങൾ എവിടെ നിന്നാണ് ഈ തെറ്റായ വിശ്വാസങ്ങൾ കടന്നു വന്നത്? അതിന്റെ അടിവേര് തേടി നമ്മൾ പോകുമ്പോൾ ഷിയാക്കളിലാണ് നമ്മൾ ഇത് കാണുന്നത്. മുഹറവുമായി ബന്ധപ്പെട്ട് എന്നും ഷിയ മെജോറിറ്റിയുള്ള നാടുകളിൽ അവർ സ്വന്തം ശരീരങ്ങളിൽ ചെങ്ങല കൊണ്ടും ബ്ലേഡ് കൊണ്ടും കത്തികൾ കൊണ്ട് സ്വന്തം ദേഹത്ത് മുറിവുകൾ ഉണ്ടാക്കുന്നു. യാ ഹുസൈൻ യാ അലി എന്ന് വിളിച്ചുകൊണ്ടുള്ള അവരുടെ ഏർപ്പാടുകൾ ഇന്നും നമുക്ക് യൂട്യൂബുകളിൽ, അതേപോലെ തന്നെ ഇത്തരം അവര് കൂടുതലുള്ള നാടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. ഹിജറ 61 നടന്ന ആ ചരിത്ര സംഭവം, അതുമായി ബന്ധപ്പെട്ടാണ് ഷിയാക്കളിൽ ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നത് നമ്മൾ കാണുന്നത്. എന്നാൽ ഇത് പിൻപറ്റിക്കൊണ്ടാണ് ഇത്തരം ചില നമ്മുടെ മലയാളത്തിലുള്ള ചില കലണ്ടറുകളിലും നഹ്സായി രേഖപ്പെട്ട് കിടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നഹ്സ് എന്നത് അനിസ്ലാമികമാണ്, ശകുനം, അത് ശിർക്കാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്വയ്യറതു ശിർകുൻ, ശകുനം അത് ശിർക്കാവുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ റദ്ദത്തു ത്വയ്യറതു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. ശകുനം ഒരാളെ വല്ല പ്രവർത്തനങ്ങളിൽ, ഒരാൾ ഒരാവശ്യത്തിനായി ഇറങ്ങി, അപ്പോൾ ഒരു ദുശകുനം എന്തോ കണ്ടു, അല്ലെങ്കിൽ എന്തോ അയാളുടെ മുന്നിൽ വന്നു, അപ്പോൾ അയാളുടെ ആവശ്യം അതിൽ നിന്നു ഒരാളെ ശകുനം അയാളെ മടക്കിയാൽ പ്രവാചകൻ പറയുന്നു ഫഖദ് അശ്റക, അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു. ഖാലു, അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വമാ കഫാറത്തു ദാലിക? ഖാല യഖൂൽ, ഒരാൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ, ഒരു തീറത്തിന്റെ പേരിൽ ഒരാൾ അയാളുടെ ആവശ്യം മുടക്കി, അതിനുള്ള കഫാറത്ത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ലാ തീറ ഇല്ലാ തീറുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. നീ ഇങ്ങനെ പറയലാണ്. എന്താണ് പറയേണ്ടത്? അല്ലാഹുമ്മ ലാ തീറ ഇല്ലാ തീറുക്, നീ നൽകുന്ന ശകുനമല്ലാതെ അല്ലാഹുവിന് മറ്റൊരു ശകുനവുമില്ല. വലാ ഖൈറ ഇല്ലാ ഖൈറുക്, നീ നൽകുന്ന നന്മയല്ലാതെ മറ്റൊരു നന്മയുമില്ല. വലാ ഇലാഹ ഗൈറുക്, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. ഇത് പറയുക എന്നാണ്. അപ്പോൾ അല്ലാഹു അനുവദനീയമാക്കിയത് ഹറാമാക്കുന്നത് നിഷിദ്ധമാണ്. എല്ലാ ദിവസവും ഇസ്ലാമിൽ ഒരു ദിവസവും കാലത്തിന് പറ്റാത്തത് ശകുനമായില്ല. എല്ലാ ദിവസവും നല്ല ദിനങ്ങളാണ്. ഏത് പ്രവർത്തനവും ഏത് ദിവസവും ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്, കാലത്തെ ചീത്ത പറയരുത്. ഫൈനല്ലാഹു ഹുവദ്ദഹർ, കാരണം അല്ലാഹു ആകുന്നു കാലം. അതുകൊണ്ട് തന്നെ ഈ ശകുന വിശ്വാസം മതത്തിന്റെ പേരിൽ ഉണ്ടായ ബിദ്അത്താണ്. ഒരിക്കലും നമുക്ക് ഇസ്ലാം അനുവദിച്ച ഒന്നിനെ ഹറാമാക്കാനോ, ഇസ്ലാം ഹറാമാക്കിയ ഒന്നിനെ അനുവദനീയമാക്കാനോ ഇവിടെ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ അത് ദീനിൽ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത് അത് ശിർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൽ നന്മകൾ ചെയ്യാനും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആ അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെയും ഇത്തരം കാര്യങ്ങളെയും ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ നിന്ന്, അബദ്ധ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുന്നത്. ധാരാളം ആളുകൾക്ക് അവരുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതിൽ ചില കുട്ടികൾ ഗർഭാശയത്തിൽ വെച്ചു തന്നെ മരണപ്പെടുന്ന കുട്ടികൾ, അതേപോലെ പ്രസവിക്കുന്ന ഉടനെ, പ്രസവിച്ച സമയത്ത് തന്നെ മരണപ്പെട്ട കുട്ടികൾ, അതല്ലെങ്കിൽ മാസങ്ങൾ ആവുന്നതിൻ്റെ സമയത്ത് തന്നെ മരിക്കുന്ന, അതല്ലെങ്കിൽ 10 വയസ്സിന് ചുവടെ ഈ രൂപത്തിലൊക്കെ മരിക്കുന്ന വ്യത്യസ്ത സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും പലരും അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ നമുക്കറിയാം, ഇത്തരം
മരണപ്പെടുന്ന സമയത്ത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ്, ദുഃഖമാണ്. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ മരണപ്പെടുന്നതിനേക്കാൾ ഒരു സങ്കടം ചെറിയ കുട്ടികളുടെ മരണത്തിൽ സ്വാഭാവികമായും ഉണ്ടാകും. അത് അവരോടുള്ള നമ്മുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കൊണ്ടാണ്. എന്നാൽ ഇവിടെ നമുക്കറിയാം, കുട്ടികൾ മരണപ്പെടുന്നവർക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷം നൽകുന്ന, ആ സങ്കടത്തെ മറികടക്കാൻ കഴിയുന്ന വലിയ ആശ്വാസ വാർത്തകൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. അവിടെ കുട്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഗർഭാശയത്തിൽ റൂഹ് നൽകപ്പെട്ടതിനു ശേഷം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമെത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്ന കുട്ടികൾ, വകതിരിവെത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്ന കുട്ടികൾ. ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന കുട്ടികളുടെ അവസ്ഥ പറയുന്ന ചില ഹദീസുകൾ. അതിൽ ഇമാം ബുഖാരിയുടെ സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന, നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തിന് ശേഷം സഹാബികളോട് പ്രവാചകൻ കണ്ട ഒരു സ്വപ്നം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വഹ്യാണ്, അത് ദിവ്യ സന്ദേശമാണ്. അങ്ങനെ പ്രവാചകൻ സഹാബികളോട് പറഞ്ഞു, ഇന്നഹു അതാനി ലൈലത്താത്തിയ വഇന്നഹുമാ ഇബ്തഅസാനി. ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ രണ്ടുപേർ വന്നു, അവർ എന്നെ എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് വഇന്നഹുമാ ഖാലാലി ഇൻതലിഖ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവര് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ പറയാം, അവർ എന്നോട് പറഞ്ഞു, ഇൻതലിഖ്, നമുക്ക് എന്ത് ചെയ്യാം, പോകാം, സഞ്ചരിക്കാം. അങ്ങനെ ഞാൻ അവരുടെ കൂടെ സഞ്ചരിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു കാഴ്ചയെ പറ്റി ആ ഹദീസിൽ നമുക്ക് കാണാം. ഫഅതൈനാ അലാ റൗദത്തിൻ മുഅത്തമ്മത്തിൻ ഫീഹാ മിൻ കുല്ലി ലൗനി റബീ. അങ്ങനെ ഒരു വസന്തകാലത്തെ എല്ലാ നിറങ്ങളിലുമുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന, ഇടതൂർന്നു നിൽക്കുന്ന ഒരു റൗദയിൽ, ഒരു പൂന്തോട്ടത്തിൽ പ്രവേശിച്ചു. ആ പൂന്തോപ്പിന്റെ നടുവിൽ അവിടെ നീളമുള്ള ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്, വളരെ ഹൈറ്റുള്ള ഒരു മനുഷ്യൻ. അതിന്റെ നടുവിൽ അദ്ദേഹത്തിന്റെ തല കാണണമെങ്കിൽ ഒന്ന് കഴുത്തുയർത്തി നോക്കണം, ആ രൂപത്തിൽ വലിയൊരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ചുറ്റിലും ധാരാളം ചെറിയ കുട്ടികളുണ്ട്. അവർ ഓടിക്കളിക്കുന്നു, അവർ ചാടിക്കളിക്കുന്നു. ആ വലിയ മനുഷ്യന്റെ, നീളമുള്ള മനുഷ്യന്റെ ചുറ്റിൽ, ആ പൂന്തോട്ടത്തിൽ ചാടിക്കളിക്കുന്ന, ഓടിക്കളിക്കുന്ന ധാരാളം കുട്ടികൾ. ഈ രംഗം കണ്ട പ്രവാചകൻ ചോദിക്കുകയാണ്, കുൽതു ലഹുമാ മഹാദ, ഇതെന്താണിത്? മാ ഹൗലായി, ആരാണിവർ? ആരാണ് ഈ നീളമുള്ള മനുഷ്യൻ? ആരാണ് ഈ ചെറിയ കുട്ടികൾ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശദീകരണം ചോദിച്ചറിയുകയാണ്. അപ്പോൾ പ്രവാചകന് മറുപടി നൽകപ്പെട്ടു, ആ നീളമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലദീ ഫിർ റൗദ, ആ റൗദയിലുള്ള നീളമുള്ള മനുഷ്യൻ ഫൈന്നഹു ഇബ്രാഹിം അലൈഹിസ്സലാം, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. വഅമ്മൽ വിൽദാൻ, എന്നാൽ ആ ചെറിയ കുട്ടികൾ, ആ ഓടിക്കളിക്കുന്ന കുട്ടികൾ, അല്ലദീന ഹൗലഹു, അദ്ദേഹത്തിന്റെ ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കുന്ന കുട്ടികൾ, ഫകുല്ലു മൗലൂദിൻ മാത അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിൽ മരണപ്പെട്ട കുട്ടികളാണ് ആ കുട്ടികൾ എന്നാണ്. അപ്പോൾ ശുദ്ധ പ്രകൃതിയിൽ വകതിരിവെത്തുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക്, മക്കൾ മരണപ്പെട്ടു പോയവർക്ക് സന്തോഷിക്കാം, അവർ സുരക്ഷിതരായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സംരക്ഷണത്തിൽ ആ റൗദയിൽ അവർ ഓടിക്കളിക്കുന്നു എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ഔലാദുൽ മുശ്രിക്കീൻ, അപ്പോൾ ബഹുദൈവ ആരാധകരുടെ മക്കളോ? പ്രവാചകൻ പറഞ്ഞു, ബഹുദൈവ ആരാധകരുടെ കുട്ടികളും. കാരണം ആ പ്രായം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏറ്റവും ശുദ്ധ പ്രകൃതിയിലാണ് അവർ ആ സമയത്തുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അമിതമായി ദുഃഖിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല, വലിയ പ്രയാസങ്ങളിൽ ഉണ്ടാകേണ്ടതില്ല. അവർക്ക് നേരിട്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് അവർ സുരക്ഷിതമായി എത്തുന്നു എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ മഹാനായ ഇമാം നബവി റഹിമഹുല്ലാ ശർഹ് മുസ്ലിമിൽ കാണാം, അജ്മഉ മൻ യുഅ്തദ്ദു ബിഹി ഉലമാഉൽ മുസ്ലിമീൻ, പ്രാമാണികരായ പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ച് അഭിപ്രായപ്പെട്ട കാര്യമാണ്, അല അന്നമൻ മാത തുഫാലിൽ മുസ്ലിമീൻ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, ചെറിയ പ്രായത്തിൽ മരണപ്പെടുന്ന കുട്ടികൾ അവർ സ്വർഗ്ഗത്തിലാണ് എന്ന കാര്യം. ലിഅന്നഹു, കാരണം ലൈസ മുകല്ലഫൻ, അവർ മതനിയമങ്ങൾ ബാധകമായ
അവരല്ല, മുക്കല്ലഫ് അല്ല അവർ എന്നാണ്. മതനിയമങ്ങൾ ബാധകമാവുന്നതിന് മുമ്പ് മരണപ്പെട്ടവരാണ് എന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇമാം ഹാക്കിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔലാദുൽ മുഅ്മിനീന ഫീ ജബലിൻ ഫിൽ ജന്ന. അതേ മുഅ്മിനീങ്ങളുടെ മക്കൾ, വിശ്വാസികളുടെ മക്കൾ, ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ കുട്ടികൾ, അവർ സ്വർഗത്തിലെ ഒരു ചെറിയ പർവ്വതത്തിലായിരിക്കും. ഈ ഹദീസിന്റെ ബാക്കിയിൽ കാണാം, യഖ്ഫുലുഹും ഇബ്രാഹീം വസാറ. അങ്ങനെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അതേപോലെ തന്നെ പ്രിയപത്നി സാറ റളിയല്ലാഹു അൻഹയും ആ മക്കളെ അവരുടെ കഫാലത്തിൽ, അവരുടെ സംരക്ഷണത്തിലാണ് ഉണ്ടാവുക. ഹത്താ യറുദ്ദുഹും ഇലാ ആബായിഹിം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവരുടെ മാതാപിതാക്കൾ വരുന്നത് വരെ ഈ സാറയുടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സംരക്ഷണത്തിലായിരിക്കും അവരുണ്ടാകുക എന്നുള്ളതാണ്. ഈ ഹദീസുകളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, സ്വർഗത്തിലേക്ക് അവർക്ക് പോകുന്ന ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് സ്വർഗത്തിലേക്ക് സുരക്ഷിതമായി ആ മക്കൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരു താബിഈ ചോദിക്കാണ്, അബൂ ഹസ്സാൻ എന്നൊരു താബിഈ അദ്ദേഹം ചോദിക്കാണ്, എന്റെ 2 ആൺകുട്ടികൾ മരിച്ചു പോയിരിക്കുന്നു, മക്കൾ മരിച്ചതിൽ ഞാൻ വലിയ സങ്കടത്തിലാണ്, എനിക്ക് അതിന് ആശ്വാസം നൽകുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന നബിയിൽ നിന്ന് നിങ്ങൾ കേട്ട ആയിരക്കണക്കിന് ഹദീസുകൾ പ്രവാചകനിൽ നിന്ന് ഹൃദിസ്ഥമാക്കിയ സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ പ്രവാചകനിൽ നിന്ന് കേട്ട ഏതെങ്കിലും ഒരു ഹദീസ്, എനിക്ക് ആശ്വാസം നൽകുന്ന ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരുമോ? എന്റെ 2 ആൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടിരിക്കുന്നു, അങ്ങനെ വല്ല ഹദീസും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നഅം, അതെ, ഒരു ഹദീസ് ഉണ്ട്, സിഗാറുഹും ദഅാമീസുൽ ജന്ന. അതെ, ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടവർ, അവർ സ്വർഗത്തിലെ കുട്ടികൾ, അവർ ദഗാമീസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ചലിക്കുന്ന ഒരു ചെറിയ പ്രാണിക്കാണ് അറബിയിൽ പറയാം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ കുട്ടികൾ യഥേഷ്ടം എവിടെയും ഓടിക്കളിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ അവർ സ്വർഗത്തിൽ ഇങ്ങനെ പാറിപ്പടന്ന് നടക്കുമെന്നാണ്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളാകുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകളിൽ അവർ ഓടി വരും. അത്തരം ഈമാനുള്ള, ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈമാനും സത്യവിശ്വാസവും സൽക്കർമ്മവും പിന്നെ കൈമുതലാക്കിയവരുടെ, അവരുടെ ആ പേരൻസിന്, ആ മക്കൾ അവരുടെ മാതാപിതാക്കളുടെ വസ്ത്രത്തിന് പിടിക്കും, എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകും. അവര് അതേപോലെ തന്നെ കൈക്ക് പിടിക്കും എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന മറ്റൊരു സംഭവം ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലും അതേപോലെ അങ്ങാടിയിലും ഒക്കെ അദ്ദേഹം മക്കളെ കൂട്ടി, ഒരു മകനെ കൂട്ടിയാണ് അദ്ദേഹം വരിക. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു ഇബ്നുൻ. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടാകും. ലഹു ഫഖാല ലഹു അതുഹിബ്ബുഹു. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മകനെ വലിയ ഇഷ്ടമാണോ എന്ന സഹാബിയോട് ചോദിക്കുകയാണ്. നഅം, അതെ. അപ്പോൾ റസൂൽ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു, അഹബ്ബക്കല്ലാഹ്, അല്ലാഹു ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലാഹു താങ്കളെയും ഇഷ്ടപ്പെടട്ടെ. അങ്ങനെ കുറച്ച് ദിവസത്തിനു ശേഷം പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൂടെ ആ മകനെ കാണാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പ്രവാചകൻ അന്വേഷിച്ചു, അങ്ങനെ അദ്ദേഹത്തെ കാണാത്തതായപ്പോൾ അന്വേഷിച്ചു, ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സങ്കടം പ്രവാചകൻ കണ്ടു. ആ വ്യക്തിയെ ചേർത്ത് പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു വാചകമുണ്ട്, മാ യസുറുക അല്ലാ തഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദതഹു ഇൻദഹു യസ്ആ യഫ്തഹു ലക. അതെ, നിങ്ങളുടെ നാളെ സ്വർഗത്തിൽ നിങ്ങളുടെ മക്കൾ ആ സ്വർഗവാതിലുകളിൽ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു മകനെ പറ്റി, ഒരു മകളെ പറ്റി, അത് നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്നില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഏതൊരു മരണത്തിലും നമുക്ക് സങ്കടവും വേദനയും ഉണ്ടാവും. മകൻ ഇബ്രാഹിമിന്റെ മരണത്തിൽ പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞൊഴുകി എന്ന് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു ഹദീസ് കൂടി പറയും ഈ വിഷയത്തിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്, അത്തരം സമയത്ത് സങ്കടവും ആ ദുഃഖവും ഒക്കെ ഒരു മനുഷ്യനെ അലട്ടുമെന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ സമയത്ത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? മക്കൾ മരണപ്പെട്ടാൽ അൽഹംദുലില്ലാ എന്ന് പറയുക എന്നാണ്. എന്തിനാണ് അൽഹംദുലില്ലാ? പ്രയാസം നീങ്ങിയെന്നാണ്, മരിച്ചു എന്നറിഞ്ഞവരാണ്, അങ്ങനെ ഒരാളും പറയില്ലല്ലോ. യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരാൾക്ക് എന്താണ് ഈ പറയപ്പെട്ട ഈ അൽഹംദുലില്ലയുടെ മാന എന്താണ്?
ഈ പറഞ്ഞ ഒരു കുട്ടി മരണപ്പെടുന്നതോടുകൂടെ ഇബ്രാഹിം നബിയുടെ സാറ റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗത്തിൽ സുരക്ഷിതരാണ്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, അവർ സ്വർഗ വഴികളിൽ കാത്തിരിക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്നാണ് ആ അൽഹംദുലില്ലയുടെ മാന. അത് വന്നൊരു ഹദീസിൽ കാണാം, ഇമാം തുറമുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഇദാ മാത വലദുൽ അബ്ദി, എന്റെ ഒരു അടിമയുടെ മകന്റെ ആത്മാവുകളെ പിടിച്ച് മരിപ്പിച്ചതിന് ശേഷം മരണപ്പെട്ടാൽ ഖാലല്ലാഹു ലിമലായികതിഹി, അല്ലാഹു മലക്കുകളോട് പറയും, ചോദിക്കും, ഖബൽതും വലദാബ്ദി, എന്റെ അടിമയുടെ മകനെ പിടിച്ചുവല്ലേ, അവന്റെ ആത്മാവുകളെ മരിപ്പിച്ചുവല്ലേ എന്ന് ചോദിക്കും. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും നഅം, അതെ. ഫയഖൂലു, അപ്പോൾ അല്ലാഹു വീണ്ടും ചോദിക്കും, ഖബൽതും സംറത ഫുആദി, അവന്റെ ഹൃദയത്തിന്റെ കഷ്ടത്തെയാണല്ലോ നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ മലക്കുകൾ പറയും ഫയഖൂലു നഅം. എന്നിട്ട് അല്ലാഹു ചോദിക്കും മലക്കുകളോട്, ഫയഖൂലു മാദാ ഖാല അബ്ദി, ആ കുട്ടി മരിക്കുമ്പോ ആ വാപ്പയുടെ ഉമ്മയുടെ അവരുടെ അവസ്ഥ എന്തായിരുന്നു? അല്ലാഹുവിനെ പറ്റി മോശമാണ് അവർ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഖദറിനെ പഠിക്കുകയാണ് ചെയ്തത്, അവർ മൊഴിഞ്ഞ വാക്കുകൾ എന്തായിരുന്നു? അപ്പോൾ മലക്കുകൾ ആകാശ ലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യും, ഹമിദക, അല്ലാഹുവേ അവർ നിനക്ക് സ്തുതികൾ അർപ്പിച്ചു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. വസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറഞ്ഞു. ഇങ്ങനെയുള്ള മാതാപിതാക്കൾ അവിടെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അല്ലാഹു മലക്കുകളോട് പറയും, ഉബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, ആ വാപ്പാക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു പ്രത്യേകമായ ഭവനം ഉണ്ടാക്കുക. വസമ്മുഹു ബൈത്തുൽ ഹംദ്, അതിന് പേരിടുക ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന് അതിന് പേരിടുക എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം സമയങ്ങളിൽ അത് പറയുക എന്നത് ഈമാനികമായ ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖദറും അല്ലാഹുവിന്റെ ഖലാവുമാണെന്ന് മനസ്സിലാക്കി അല്ലാഹു നൽകിയതിനെ അല്ലാഹു തിരിച്ചു വിളിച്ചു. ധാരാളം ഖൈറുകൾ അതിലൂടെ നമുക്ക് വരാനുണ്ട് എന്ന തലത്തിലാണ് നമ്മൾ ഹംദ് അവിടെ ഉച്ചരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം നിലപാടുകൾ എടുക്കാനും ഇത്തരം വാചകങ്ങൾ പറയാനും ഈമാനികമായി പിടിച്ചു നിൽക്കാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയി ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹു എല്ലാവരുടെയും അസുഖം പൂർണ്ണമായി ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവേ, നീ അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹുവേ, നീ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.